യു എയിൽ നിന്ന് നീണ്ട ഒരു 6 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ നേരെ ബാങ്കോക്ക് സിറ്റിയിലെ സുവർണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ട് എത്തി. അതിനുശേഷം അവിടുന്ന് ഒരു 1 hour 20 minutes അല്ലെങ്കിൽ 30 minutes എടുത്ത് നേരെ പട്ടായയിലേക്ക് വിടും. അങ്ങനെ ഏകദേശം രാത്രി ആയപ്പോൾ നമ്മൾ പട്ടായയിൽ എത്തി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈക്ക് ഗാർഡൻ റിസോർട്ട് ഹോട്ടലാണ്. ഹോട്ടലിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര വ്യൂ ആണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. ഇത് പട്ടായ സിറ്റിയിലെ മിഡ് ടൗണിലെ ബാങ്ക് ലാമോങ് ഡിസ്ട്രിക്റ്റിലെ ചോപ്പോരിയിലുള്ള മനോഹരമായ ഒരു 4 star ഗാർഡൻ റിസോർട്ടാണിത്. അത്യാവശ്യം നല്ല നീണ്ട ഒരു യാത്ര ആയതുകൊണ്ട് നല്ല തളർച്ചയുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നല്ല റെസ്റ്റ് ഒക്കെ എടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴേക്ക് വന്നു. പക്ഷെ അതിനൊക്കെ മുമ്പ് എനിക്ക് കാണേണ്ടിയിരുന്നത്, ഞാൻ മേലിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗാർഡൻ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് ഓടി. യു എ കിടക്കുന്നുണ്ടാണോന്ന് അറിയത്തില്ല, എനിക്ക് പച്ചപ്പും ഹരിതാവൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അപ്പോഴാണ് സൈഡിൽ നിന്ന് ഒരു വിളി കേട്ടത്. അത്യാവശ്യം ഞെട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ചെറിയ സൗണ്ടുകൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോട്ടോ. നോക്കുമ്പോൾ ഒരു കുഞ്ഞു ഡൈനോസറിനെയൊക്കെ വെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇതിന്റെ എക്സ്റ്റീരിയർ ആണ്. വലിയ പൂളും കുറെ മരങ്ങളും ഒക്കെ ആയിട്ട് ഈ കാണുന്ന കണ്ടോ. ഇതിനെ പറ്റിയിട്ട് ഒരു കഥയുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അവിടെ കണ്ടോ, അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഭയങ്കര റിലാക്സിംഗ് വൈബാട്ടോ ആ ഹോട്ടലിന്റെ എക്സ്റ്റീരിയർ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല. പിന്നെ ഞാൻ താമസിച്ചില്ല, നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഒരു നീണ്ട വലിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. തായ് ഫുഡ് എന്ന് എല്ലാവരും പറഞ്ഞു കൊതിപ്പിച്ച് ഈ തായ് ഫുഡ് കണ്ടപ്പോൾ ഒരുമാതിരി ആക്രാന്തായിരുന്നു കേട്ടോ. ഈ തായ് ഫുഡ് സീറ്റ് ഞാൻ പ്രത്യേകം ഇടാം. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോവാണ്.